യൂട്യൂബിൽ നിന്ന് എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്നത് 1300 രൂപയാണ്. ഇപ്പോഴെനിക്ക് ഏകദേശം കിട്ടിയിട്ടുള്ളത് 6500ഓളം രൂപയാണ്. യൂട്യൂബിൽ നിന്ന് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു മൈക്കാണ് എനിക്ക് ഗിഫ്റ്റ്. അതുപോലെ തന്നെ യൂട്യൂബിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് വാങ്ങിയതാണ് ഈ ഒരു ട്രൈപ്പ്. അതിനെല്ലാം ഉപരി യൂട്യൂബിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് എനിക്കൊരു ചെറിയ വീട് പണി ഞാൻ കഴിഞ്ഞു. 1000 സബ്സ്ക്രൈബേഴ്സ് ആവുന്നതിന് മുമ്പ് എനിക്ക് യൂട്യൂബ് വരുമാനം കിട്ടിയിട്ടുണ്ട്. എങ്ങനെയെന്ന് കയ്യിലുള്ള ഈ ഒരു കഴിവും എൻ്റെ ജീവിത സാഹചര്യം കൊണ്ടാണ് എനിക്കിത് നേടാൻ സാധിച്ചത്. ഈ ഒരു ആട്ടുംകൂട്ടിൽ ഇരുന്നു കൊണ്ടാണ് എൻ്റെ യൂട്യൂബ് യാത്ര ആരംഭിക്കുന്നത്. ഓരോ 50 സബ്സ്ക്രൈബേഴ്സ് എത്തുമ്പോൾ ഞാൻ ഇതുപോലെ എഴുതി ഒട്ടിക്കാറുണ്ട്. ഇപ്പം ഞാൻ എത്തി നിൽക്കുന്നത് 1000 സബ്സ്ക്രൈബേഴ്സ്. യൂട്യൂബ് വരുമാനം എങ്ങനെയാണ് കിട്ടിയത്, ഈ ഒരു ആട്ടുംകൂട്ടിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടതെന്ന് ഞാൻ പറയാം. ഇതായിരുന്നു എൻ്റെ വീട്. ഈ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നപ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിച്ചത്. ഈ ഒരു വീട് നഷ്ടമായതോടുകൂടി എൻ്റെ അച്ഛനും അമ്മയും കൂടെയാണ് എനിക്ക് നഷ്ടമായത്. ഞാൻ എത്തിപ്പെട്ടത് മാമൻ്റെ വീട്ടിലെ ഈ ഒരു ആട്ടുംകൂട്ടിലായിരുന്നു. 2 വഴിക്കായി പോയ എൻ്റെ അച്ഛനും അമ്മയും ഇപ്പോൾ ഒന്നിച്ച് നിൽക്കാനുള്ള കാരണം യൂട്യൂബ് വരുമാനം, യൂട്യൂബിൽ നിന്ന് കിട്ടിയ സപ്പോർട്ടുമാണ്. ഷോർട്സ് വീഡിയോയിലൂടെ എൻ്റെ കഴിവും എൻ്റെ ഈ അവസ്ഥയും പങ്കുവച്ചപ്പോൾ നിങ്ങൾ തന്ന സപ്പോർട്ട് എനിക്ക് ജീവിതത്തിൽ ഇതുവരെ ആരും തരാത്തൊരു സപ്പോർട്ടായിരുന്നു നിങ്ങൾ എനിക്ക് തന്നിരുന്നത്. ഈ ഒരു മൈക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. പഴയ വീടിൻ്റെ ഈ ഒരു പടിയിലിരുന്നാണ് ഞാനിരുന്ന് ഡബ് ചെയ്യാറുള്ളത്. ഈ ഒരു അവസ്ഥ മനസ്സിലാക്കി എൻ്റെ ഒരു സബ്സ്ക്രൈബറാണ് ഈ ഒരു മൈക്ക് എനിക്ക് വാങ്ങി തന്നിട്ടുള്ളത്. ഈ ഒരു മൈക്ക് കൊണ്ടാണ് ഞാനിപ്പോൾ ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്നേഹവും സപ്പോർട്ടും യൂട്യൂബ് വരുമാനവും നേടാൻ സാധിച്ചത് ഒരു സബ്സ്ക്രൈബർ തന്ന മോട്ടിവേഷൻ വാക്കുകളാണ്. കുറച്ച് മുമ്പ് നിന്റെ വീഡിയോക്ക് കമന്റ് ചെയ്ത ആളാണ് തോന്നുന്നത്. നിന്റെ കഥകൾ കേട്ടപ്പോൾ ഒരുപാട് വിഷമമായി. അതുകൊണ്ട് നിന്നൊന്ന് ആശ്വസിപ്പിക്കാനും കൂടെ വേണ്ടിയിട്ട് ഞാൻ നമ്പർ മേടിച്ചു. നമ്മുടെ ജീവിതത്തിൽ എല്ലാം അവസാനിച്ചെന്ന് തോന്നുന്നിടത്ത് നമ്മൾ ശരിക്കുള്ള നമ്മുടെ ജീവിതം സ്റ്റാർട്ട് ചെയ്യാം. അവിടെ നോക്കി നമുക്ക് നമ്മുടെ വിജയം കാണാൻ കിട്ടും. അത് നമുക്ക് ഉണ്ടാക്കി തരുന്ന പ്രതീക്ഷകൾ ചെറുതെല്ലാവരും. നിന്റെ ചിത്രങ്ങളെ നല്ല ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളാട്ടാ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ശരിക്കും ഇഷ്ടപ്പെട്ടു. നീ ഈ മേഖലയിൽ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യണം ബ്രോ. ഞങ്ങളെപ്പോലെ ഒരുപാട് പേര് നിനക്ക് സപ്പോർട്ടായിട്ടുണ്ടാവും. നീ വലിയൊരു വിജയം കൈവരിക്കട്ടെ. ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടൊക്കെ തിരിച്ചു പിടിക്കാൻ പറ്റട്ടെ. വീട് നഷ്ടമായപ്പോൾ അച്ഛൻ നിന്നിരുന്നത് ബന്ധുക്കളുടെ വീട്ടിലും കടയോരങ്ങളിലുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ യൂട്യൂബിൽ നിന്ന് കിട്ടിയ പൈസയെല്ലാം കൂടെ കൂട്ടിവെച്ച് ഒരു ഷെഡ് പണിഞ്ഞു. 10,000-2000 രൂപയുടെ ഒരു ടാർപ്പ വാങ്ങി മുകളിൽ വലിഞ്ഞു കെട്ടിയിട്ടുണ്ട്. ഈ ഒരു വീട്ടിലാണ് ഇപ്പോൾ അമ്മയും അച്ഛനും നിൽക്കുന്നത്. പണ്ട് മുതലേ അമ്മയും അച്ഛനെ സഹായിക്കാൻ ഒരു ബന്ധുക്കാരും വന്നിട്ടില്ല. അമ്മയും അച്ഛനും ഇപ്പോൾ ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി എനിക്ക് ഇത്രത്തോളം മാത്രമാണ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇത് എത്രത്തോളം സേഫ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരിക്കലും സേഫ് അല്ല. കാരണം ഈ ഒരു വീടും ജപ്തി ചെയ്തതാണ്. 6000 രൂപ യൂട്യൂബിൽ നിന്ന് എങ്ങനെയാണ് സമ്പാദിച്ചതെന്ന് പറയാം. നിങ്ങൾ ഈ കാണുന്ന ഇതുപോലുള്ള ചിത്രങ്ങൾ വരച്ചാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത്. ഇതുപോലുള്ള ചിത്രങ്ങൾ ഞാൻ വരയ്ക്കുന്നത് 100, 200, 300 അങ്ങനെയാണ്. എന്റെ പൈസ എല്ലാം കൂട്ടി വെച്ച് അച്ഛനും അമ്മയ്ക്ക് കിടക്കാനുള്ള ഒരു വീട് ഒരുക്കിയത് ഈ ഒരു തുക. എന്റെ അവസ്ഥ മനസ്സിലാക്കി അഡ്വാൻസിന് പകരം ഫുൾ എമൗണ്ട് തന്നാണ് ഈ ചിത്രങ്ങൾ ഞാൻ വരച്ചിട്ടുള്ളത്. ഈ ചിത്രങ്ങളെല്ലാം എനിക്ക് വരയ്ക്കാൻ കിട്ടിയിട്ടുള്ളത് എന്റെ സബ്സ്ക്രൈബേഴ്സ് തന്നിട്ടുള്ളത്. ഒന്നുമില്ലായ്മ നിന്ന് എന്നെ ഇവിടെ വരെ എത്തിച്ചത് എന്റെ സബ്സ്ക്രൈബേഴ്സാണ്. ഇനി എന്തായി തീരുമെന്നോ എവിടെ ചെന്ന് എത്തുമെന്നോ എനിക്കറിയില്ല. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും ഞാൻ സഞ്ചരിക്കും. ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ശരി, അടുത്തൊരു വീഡിയോയിൽ കാണാമേ.